മിഥുൻ വിജയകുമാർ, അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ കുടുംബത്തിന് എന്ത് എന്നുള്ളതിനപ്പുറം ആ കുടുംബത്തിന് ഇത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. അവർക്ക് ഇത് ആദ്യമേ തന്നെ ഈ കാര്യങ്ങൾ അവിടുത്തെ മെമ്പറെയോ മറ്റ് ആരെങ്കിലും ഒക്കെ വിളിച്ച് കാണിച്ച് ഈ കാര്യത്തിലൊരു സാക്ഷ്യപ്പെടുത്തൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് അവർ ഈ പിതാവിൻ്റെ ആഗ്രഹം നടപ്പിലാക്കാൻ പോയിരുന്നത് എങ്കിൽ ഒരുപക്ഷെ ഇത്രയും വിവാദമാകില്ലായിരുന്നു. അവരെ ഉപദേശിച്ച വക്കീലന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അവർ ചില സംഘടനകളുടെ പേര് പറയുന്നുണ്ട്, ആ സംഘടനക്കാർക്ക് ഈ കാര്യത്തിൽ അവരെ ഉപദേശിക്കാമായിരുന്നു. പക്ഷേ ആ സംഘടനകൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് അതങ്ങനെ വേണ്ട, ഇങ്ങനെ തന്നെ മതി എന്ന് അവരെ ഉപദേശിച്ചെന്നുള്ളത് മനസ്സിലാകുന്നില്ല. കോടതി പറഞ്ഞപ്പോൾ പോലും ആ സംഘടനകളോട് ചോദിച്ചിട്ട് പ്രതികരിക്കാം എന്നാണ് അവർ പറയുന്നത്, നമ്മളൊക്കെ കേട്ടത്. അപ്പോൾ ഇത് അവർക്ക് വേണ്ടി മാത്രമല്ല, നാളെ ആരും ഇത് ആവർത്തിക്കരുത്. ഒരാളെയും, സ്വന്തം കുടുംബത്തിലെ ഒരാളെ എന്തെങ്കിലും അപായപ്പെടുത്തിയ ശേഷം ഇതുപോലെ എന്നല്ല, ഈ രീതി അവലംബിച്ചുകൊണ്ട് ഒടിച്ചു മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് അവർക്ക് രക്ഷപ്പെടാനാകരുത്. അതിനാകണം നമ്മുടെ നിയമം. അത് ചൂണ്ടിക്കാണിക്കുന്നിടത്ത് എന്തുകൊണ്ടാണ് ഇത്തരം ചില മുറവിളികൾ, മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുന്നത്? മിഥുൻ വിജയകുമാർ. തീർച്ചയായും ഡോക്ടർ ലാൽ, ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളുടെ സപ്പോർട്ട് കൊണ്ട് ഒരാൾക്കും രക്ഷപ്പെടാനുള്ള ഒരവസരം കിട്ടാൻ പാടില്ല എന്ന താങ്കളുടെ വാദത്തോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നടന്നിരിക്കുന്ന ഒരു ക്രൈമാണ് എന്ന് തന്നെ പറയണം. കാരണം ഇവിടെ ഗോപൻ സ്വാമി ഇപ്പം അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം തന്നെ സമാധി അടഞ്ഞാലും ഈ പറയുന്ന മരണം റിപ്പോർട്ട് ചെയ്യുക എന്നത് നമ്മുടെ നിയമപ്രകാരം പറയുന്ന ഒരു കാര്യമാണ്. കാരണം രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്സ് ആൻഡ് ഡെത്ത്സ് ആക്ട് 1969 പ്രകാരം ഏത് ഗോപൻ സ്വാമി ആണെങ്കിലും അവരുടെ മരണമൊക്കെ തന്നെ റെക്കോർഡിക്കലായി റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് നടന്നിട്ടില്ല ഇവിടെ. അത് തീർച്ചയായും ഒരു ക്രൈമിന്റെ പരിധിയിൽ തന്നെ വരുന്ന കാര്യമാണ്. ഇനിയിപ്പം പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അവിടെ എന്താ പറയുക, ഒരു നാച്ചുറൽ ഡെത്ത് ആണെന്ന്. ഇനിയിപ്പം തുടർന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ പോലും നാച്ചുറൽ ഡെത്ത് ആണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ ആ കുടുംബം ചെയ്തിരിക്കുന്ന ഒരു ക്രൈമാണ്. കാരണം അതിനെ ഇൻഫോം ചെയ്തിട്ടില്ല, അതിന് വേണ്ട പ്രൊസീജിയേഴ്സ് അവർ എടുത്തിട്ടില്ല, ഒരു ഡോക്ടറെ സമീപിച്ചിട്ടില്ല, ഡോക്ടർ ഡെത്ത് എന്താ പറയുക സർട്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പം എങ്ങനെയാണ് അതിൽ തന്നെ മിഥുൻ, അതായത് നാച്ചുറൽ ഡെത്ത് ആണെങ്കിൽ കൂടി, അതിന് നാച്ചുറൽ ഡെത്ത് ആണെങ്കിൽ കൂടി അതിൻ്റെ ടൈം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നാച്ചുറൽ ഡെത്ത് ഇൻസൈഡ് ദ ആ സ്ലാബ് അല്ലെങ്കിൽ ആ ഒരു കല്ലറയ്ക്ക് അകത്താണോ സംഭവിച്ചത്, പുറത്താണോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇവിടെ കുടുംബം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില വലതുപക്ഷ താല്പര്യമുള്ള സംഘടനകൾ ഇതിൽ നിന്നും പിന്മാറണം, അവരെ ഉപദേശിക്കണം, നിയമം എന്താണെന്ന് അവരെ പറഞ്ഞു കൊടുക്കണം. കാരണം അവർക്ക് നിയമത്തിന്റെ ഒരു അജ്ഞതയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു ബ്രോഡർ സ്കോപ്പുള്ള ഒരു വലിയ ഒരു ആശയത്തെ പോലും ഇപ്പം ഇങ്ങനെയുള്ള ചെറിയ എന്താ പറയാ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില അന്ധവിശ്വാസങ്ങളുടെ പേരിൽ വിമർശിക്കപ്പെടുന്നത്. അല്ല, അതിനകത്ത് ഒരു വിയോജിപ്പോടുകൂടിയുള്ള ഒരു ചോദ്യമുള്ളത്, കഴിഞ്ഞ 2-3 ദിവസമായി ഈ കാര്യങ്ങൾ മാധ്യമങ്ങളും കേരളവും ഒക്കെ ചർച്ച ചെയ്യുന്നു. ഈ പറയുന്ന കുടുംബത്തിന്റെ വക്കീൽ എന്ന് പറയുന്നത് BJPയുടെ യുവമോർച്ചയുടെ ഒരു സമുന്നത നേതാവാണ്. അദ്ദേഹം എൻ്റെ ചർച്ചകളിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് കഴിഞ്ഞ 2 ദിവസങ്ങളായി അദ്ദേഹം ഉപദേശിക്കില്ല. ഒരു മിനിറ്റ് അദ്ദേഹത്തിന്റെ നിലപാട് വളരെ ഈ കാര്യത്തിൽ ആ കുടുംബത്തെ തെറ്റായ വഴിയിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം പോലും അദ്ദേഹത്തെ തള്ളിപ്പറയുകയും അദ്ദേഹത്തെ പുറത്താക്കുകയും രാജ്യത്തൊരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ യോജിച്ച നടപടി എടുക്കുകയും ചെയ്യണമായിരുന്നു. ഒന്നും കണ്ടില്ല എന്ന് മാത്രമല്ല, ചില സംഘടനകൾ ഇന്നലെ ഈ കോടതിയുടെ നിലപാടിനോടും നമ്മളൊക്കെ പറയുന്ന ഈ നിലപാടിനോട് യോജിച്ച് നിന്ന ചില സംഘടനകൾ ഇന്ന് പക്ഷേ തിരിയുന്നത് കണ്ടു. നാളെ മഹാസമാധിക്കൊപ്പം നിൽക്കുകയാണ് അവരൊക്കെ. സംഘടനകളൊക്കെ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ലോജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനെ കണ്ടുകൊണ്ട് വേണം സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ അല്ലാതെ കണ്ണടച്ചുകൊണ്ട് എന്തും ഏതിനെയും ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ആംഗിൾ കൊടുക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയത്. ഇന്നലെയുള്ള അവരുടെ ഭാഗത്തു നിന്ന് തന്നെ, ആ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ വിമർശിക്കപ്പെടേണ്ടതാണ്. അപ്പൊ ഞാൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം,
ഈ ഒരു വിഷയം വന്നതുകൊണ്ട് ഒരു മതത്തെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള പല വാദങ്ങളും വരുന്നുണ്ട്. അല്ലെങ്കിൽ ചില സംഘടനകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ നോക്കൂ BJP എന്നൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ താങ്കളെ പോലുള്ള ആളുകൾക്ക് വിമർശിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. അല്ല, BJP-യുടെ ഭാരവാഹി ആയതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, BJP അല്ല ഞാൻ പറഞ്ഞത്, BJP-യുടെ ഭാരവാഹി ഇതിനകത്തൊരു കക്ഷിയായി നിൽക്കുമ്പോൾ BJP നടപടി എടുക്കണമായിരുന്നു. അല്ലെങ്കിൽ അത് ഒന്ന്. മറ്റു ചില ഹിന്ദു സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുടെ പേര് ഈ കുടുംബം പറയുന്നുണ്ട്. ഞങ്ങൾ അവരോട് ചോദിച്ചിട്ടാണ് മറുപടി പറയുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അവരൊക്കെ നടപടി എടുത്തിട്ടുണ്ട്, അവരെന്ത് കാര്യം പറഞ്ഞു. ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതിപ്പം കാരണം ഇതിലൂടെ പഴി കേൾക്കേണ്ടി വരുന്നത് ഹിന്ദുയിസം അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കാണ്. കാരണം യഥാർത്ഥ പ്രാക്ടീസിങ് ഹിന്ദുവാണ് ഇതിലൂടെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പം ഈ ചില സംഘടനകൾ കാരണം അല്ലെങ്കിൽ ചില ആളുകൾ കാരണം. ഇത് ആദ്യത്തെ കാര്യമല്ലല്ലോ. ഈ സംഘടനകൾ മൂലം യഥാർത്ഥ ഹിന്ദുക്കളൊക്കെ പലപ്പോഴായി പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഞാൻ വരാം മിഥുൻ, ഒറ്റ മിനിറ്റ്. നമ്മൾ തുടക്കത്തിലുള്ള ഒരു കാര്യം എടുത്തു, അതുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാനിവിടെ പറയാൻ ശ്രമിച്ചൊരു കാര്യം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരള പോലീസിന് കല്ലറ പൊളിക്കുകയും അല്ലെങ്കിൽ അലക്കുകല്ല് പൊളിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പണിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2023 താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, ഇതുപോലെ തന്നെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ സ്ത്രീകളെ ബലി കൊടുത്ത ഭഗവത് സിംഗ് എന്ന് പറയുന്ന CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം കൂടി ആയിരുന്ന ഒരു വ്യക്തി ചെയ്ത കൊലപാതകമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അന്ധവിശ്വാസം അത് ഏത് സംഘടനയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഏത് വ്യക്തിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഏത് ആശയത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അത് എതിർക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമ്മള് പിന്നെ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ആ ആളുകളൊക്കെ ഇപ്പൊ എവിടെ നിൽക്കുന്നു, എവിടെയാണ്, ജയിലിനകത്താണോ ഇല്ലെന്നുള്ളത് താങ്കൾക്ക് തന്നെ നോക്കിയാൽ. അപ്പോ ഇത്തരത്തിലുള്ള ആളുകൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്തും അതെടുത്ത് ചൂണ്ടിക്കാട്ടുന്നത് കൃത്യമായി നമ്മൾ നിഷ്പക്ഷമായിട്ട് ഈ കാര്യത്തെ നോക്കി കാണുകയാണോ എന്നുള്ളതും കൂടി താങ്കൾ ചിന്തിക്കാം.